ചെറിയൊരു പ്രായത്തിൽ ഇവർക്ക് ഉണ്ടായിരിക്കുന്ന ഒരു സെക്ഷൽ അബ്യൂസ് ഇവർ വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു റിയാക്ഷൻ എത്രത്തോളം അവരൊരു അഡൽട്ട് ലൈഫിൽ അവർ എഫക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇങ്ങനത്തെ തെറപ്പി സെഷൻസിലൂടെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലോ. അപ്പൊ അതിൽ നിന്ന് അവർക്ക് ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടല്ല, അങ്ങനെ ഒരു കുട്ടി എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടായിരിക്കും പേരൻസിന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ട് ഉണ്ടാകുമ്പോൾ പറയുന്നത്. അതായത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ, ഒരു എന്താ പറയുക, ഒരു ലവ്, ഒരു കെയർ, അല്ലെങ്കിൽ സാരില്ല പോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോ ആ ഒരാളുടെ അടുത്ത് നിന്ന് അവരൊന്ന് മാറ്റി നിർത്താം, അങ്ങനെയുള്ള ഒരു കാര്യം എക്സ്പെക്ട് ചെയ്ത് പോകുമ്പോൾ അവർക്ക് കിട്ടുന്നത് ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അത് കേൾക്കുന്ന ഒരാള് കുട്ടികളോട് ചോദിക്കുന്ന കാര്യമുണ്ട്, നീ എന്തിനിപ്പോ അങ്ങോട്ട് പോണേ, നീ അങ്ങോട്ട് പോയത് കൊണ്ടല്ലേ. ആ ഒരു ചെറിയ കുട്ടി എന്തറിഞ്ഞിട്ടാണ് അങ്ങനെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവുക അല്ലെ. അവിടുന്ന് തുടങ്ങും കുട്ടീനെ സെൽഫ് ഡൗട്ട് ചെയ്യണത്, ശരിക്കും ഞാനാണോ ഇവിടെ തെറ്റ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഭയങ്കര വീക്കാണ് നിങ്ങൾ നടന്നത്, പക്ഷെ ഒരിക്കലും ആ ഒരു ആസ്പെക്റ്റിൽ ചിന്തിക്കാതിരിക്കുക. കാരണം ഇത്രയും നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടും ഇപ്പോഴും ഫൈറ്റ് ചെയ്ത് നമ്മൾ ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും നമുക്ക് വേണ്ടി എടുത്ത ഓരോ സ്റ്റെപ്സും അത്രയും നമ്മൾ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ത്രൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ ഇത്രയും സ്റ്റെപ്സ് എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അതിൽ നിന്ന് മൂവ് ഓൺ ആവാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം.